ഹലോ, നമ്മള് ഉലുവെടുത്തില്ല. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതാണ് എന്ന്. പക്ഷെ അത് ഇത്ര പെട്ടെന്നാവും ഞാൻ വിചാരിച്ചില്ല. ചില എന്താ പ്രോബ്ലംസ് കാരണം ഇപ്പം ഇത്ര വരെ എത്തി. ഇനി ഓക്കെ, ഇൻഷാല്ലാ വീഡിയോസ് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് യൂസ് ചെയ്ത് അവർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ഇതുവരെ ആരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, പോയിട്ട് എല്ലാവരും കാണണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോ അപ്പം നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് ചെയ്യാൻ പോകുന്നത് ഈ സംഭവം കണ്ടിട്ടുണ്ടോ? ഉലുവ. അപ്പോൾ ഈ ഉലുവ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. കുറച്ച് മതി നിങ്ങൾക്ക്. ഇപ്പോൾ ഒരാൾക്ക് തേക്കാനാണെങ്കിൽ ഒരു സ്പൂണോ 2 സ്പൂണോ മതി. അപ്പോൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്കപ്പോൾ കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഞാൻ ഇത് വെള്ളത്തിലിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഇതിൻ്റെ ബാക്കി എന്താവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ബോയ്സിന് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഗേൾസിന് യൂസ് ചെയ്യുക, രണ്ടുപേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നത്, നമ്മളെ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഈ ഉലുവയൊക്കെ കുറച്ച് വലുതായി. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഉലുവ വന്നിട്ട് ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? അപ്പോൾ ഇത് ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. കുറച്ച് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് തൈര്, അതേപോലെ തന്നെ ലെമൺ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്താൽ കുറച്ചുകൂടി മാസ്കിന് എന്താ പറയുക, ലെമണൊക്കെ നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടി മാസ്കിനൊരു ഗുണം അങ്ങനെ. അപ്പോൾ ഇത് ഞാനിനി തേച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അതാ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസിൽ തേക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇങ്ങനെ ഫേസ് ക്ലോസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഫേസിൽ തേച്ച് കാണിക്കാത്തത്. അപ്പോൾ ഞാൻ കയ്യിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ്, ഏതൊരു ഫേസ് മാസ്ക് ആയിക്കോട്ടെ, കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റ്സ് അത് മതി. കാരണം കൂടിപ്പോയാൽ ചിലവർക്ക് ഇറിറ്റേഷൻ സംഭവിക്കും. അങ്ങനെ എല്ലാവർക്കും ചേരണം എന്നില്ല. അപ്പോൾ കൂടിപ്പോയാൽ ഏത് ഫേസ് മാസ്ക് ആയിക്കോട്ടെ ഒരു 15 മിനിറ്റ്സിൽ കൂടുതൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കയ്യിൽ തേച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയും റിസൾട്ട് കാണിച്ചു തരാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉലുവൻ്റെ കൊണ്ടുള്ള മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ, സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഒരുപാട് ഉലുവ സഹായിക്കും. അതേപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാൻ, സ്കിന്ന് ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര സ്കിന്ന് ഗ്ലോയിങ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്കിൻ ഭയങ്കര ഗ്ലോ ആവും, വൈറ്റനിങ് ആവും. പിന്നെ എന്തെങ്കിലും പാടുകൾ എന്തെങ്കിലും നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ഉലുവ സഹായിക്കും. ഇതിപ്പോൾ നമുക്ക് ഫേസ് മാസ്കുകളുടെ കൂടെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഈ ഉലുവ കൂടെ കുറച്ച് ആഡ് ചെയ്ത് നല്ല ഇതുപോലെ ബ്രൈറ്റനിങ്ങിനായി ഒക്കെ യൂസ്ഫുള്ളാണ്. എല്ലാവരും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ട് അവരവരുടെ റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മുമ്പത്തെ വീഡിയോയിലും പോലെ ഞാൻ പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇൻഷാല്ലാ പെട്ടെന്ന് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സേഫ്. ബൈ.